വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന കാര്യമാണ് നമ്മുടെ മാർപ്പാപ്പയുടെ രോഗവിവരത്തെക്കുറിച്ചുള്ള. ഇപ്പോൾ ആശ്വാസകരമായ ചില വാർത്ത വരുന്നു. രോഗനിലയിൽ അല്പം ആശ്വാസം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥിതി സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ കിട്ടിയോ? SKM ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വൃക്കയെ, കിഡ്നിയെ ബാധിച്ചിരുന്നു, അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് പറയുന്നത്. പക്ഷേ SKM ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ അപകടനില തരണം ചെയ്തിട്ടില്ല. കാരണം ഈ രക്തത്തിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രക്തത്തിലേക്ക് അണുബാധ ഉണ്ടായിരിക്കുന്നത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഈ പോളി മൈക്രോബിയൽ അറ്റാക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിനുള്ള സാധ്യത ഇപ്പോഴും ഡോക്ടേഴ്സ് തള്ളിക്കളയുന്നില്ല. എന്തായാലും ഇത് നേരിയ പുരോഗതി ഉണ്ടായപ്പോൾ തന്നെ മാർപ്പാപ്പ ആദ്യം ചെയ്തത് അതൊരു സിംബോളിക് ആക്റ്റാണ്. അദ്ദേഹം ഗസയിലെ വിളിച്ച് അർജന്റീനിയൻ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഗസയിലെ അവിടുത്തെ പള്ളിയിലെ പ്രീസ്റ്റായിട്ടുള്ള റൊമനില്ലി ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഗസയിൽ എന്താണ് സ്ഥിതി, പാലസ്തീൻകാരുടെ അവസ്ഥ എന്താണ്, കാരണം പാലസ്തീൻകാർക്ക് ഏറ്റവും കൂടുതൽ അഭയം കൊടുക്കുന്ന പള്ളിയാണത്. ആ പള്ളിയിൽ വിളിച്ചതൊരു സിംബോളിക് ആക്റ്റാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ പാലസ്തീനികളായിട്ടുള്ള 61,000 കുഞ്ഞുങ്ങളും സ്ത്രീകളൊക്കെ കൊല്ലപ്പെട്ടതിനോടൊപ്പം മാർപ്പാപ്പ അടുത്ത നിലപാട് എടുത്തിരുന്നു. പാലസ്തീന് വേണ്ടിയിട്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിരുന്നു. ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ആദ്യ വിളി പോയത് ഗസയിലേക്കാണ്. പാലസ്തീൻകാരായിട്ടുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന അവിടേക്ക് ആണ് അദ്ദേഹത്തിൻ്റെ വിളി പോയത്. അതൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൂടി കാണേണ്ടി വരും. SKM. താങ്ക് യു PP ജെയിംസ്. നമുക്ക് നാളെ കാണാം PP. ഓക്കെ, താങ്ക് യു. നാളെ കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഒരു നിശ്ചയമില്ല ഒന്നിനും, തിരിയാ ലോക രഹസ്യമാർക്കുമേ, വരുമോരോ ദിശ വന്ന പോലെ പോവും. അല്ല, നമ്മളെ അതൊന്നും കഥയുള്ള കാര്യമല്ലല്ലോ. നമ്മൾ ലിവ് ഇൻ ദിസ് മൊമെന്റ്. നമ്മൾ പോസിറ്റീവാ PP. നമ്മൾ വളരെ കരുത്തോടെ മുന്നോട്ട് പോവുക. PP ഒന്ന് സൂക്ഷിച്ചോണം പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നത്. താങ്ക് യു PP ജെയിംസ്.